കുറച്ചു നേരം വെച്ച് പിന്നെ ആരാന്നറിയാൻ തുറന്നു നോക്കി. അപ്പോൾ 50,000 കെട്ട്. ഈ കുട്ടികൾ പള്ളിയിൽ നിസ്കരിക്കാൻ എത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു ബോക്സ് താഴെ വീണത് കണ്ടതും അതോടൊപ്പം തന്നെ ഈ ബോക്സിൽ നോക്കിയപ്പോൾ 50,000 രൂപയുടെ 2 കെട്ടുകളാണ് കണ്ടത്. ഇവിടെ ഒരു ബോക്സ് വീണ് ഞങ്ങൾ വണ്ടി കയറി ചലങ്ങണമെന്ന് പറഞ്ഞ് എടുത്ത് അവിടെ കൊണ്ട് വെച്ച്. ബസ്സൊക്കെ ഏതാണെന്നൊക്കെ KSRTC വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇരുന്ന് 10 മിനിറ്റ് ഇരുന്നപ്പോൾ ആരും വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി, ഞങ്ങൾ പൊട്ടിച്ചു നോക്കി. അപ്പോൾ പൈസ ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൈനാഗപ്പള്ളിയിലാണ്. കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുൻപ് ഈ റോഡിൽ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിൽ 1,00,000 രൂപ കളഞ്ഞുപോയി. അത് ആരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്നറിയില്ല. പക്ഷേ ആ 1,00,000 രൂപ കിട്ടിയത് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഷെഹനാസ് എന്ന +1 വിദ്യാർത്ഥിക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ 20 ദിവസങ്ങൾക്ക് പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ ശരിക്കും പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അന്വേഷണം നടക്കുകയാണ്. ഏത് രീതിയിലായിരുന്നു ആ ഒരു പൈസ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പണം കണ്ടെത്തിയത്, എന്തായിരുന്നു സംഭവിച്ചത്? രാവിലെ സുബഹിസ്കരിക്കാൻ വന്നായിരുന്നു. അപ്പം ഇവിടെ ഇരുന്നപ്പം ഒരു ബസ് പോയി. അപ്പം അവിടെ ഒരു ബോക്സ് കിടക്കുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോയി എടുത്ത്. ഇർഷാദിക്കാന്ന് എടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ പോയി എടുത്ത് ബോക്സോടെ അവിടെ ഇരുന്ന് 10 മിനിറ്റ്. അപ്പോൾ ആരും വന്നില്ല. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ പൈസ ആയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തിയാണോ, നിങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ വെച്ച് എണ്ണി. എനിക്ക് 1,00,000 രൂപ ഉണ്ടായിരുന്നു. അവിടെ ഫേക്ക് മണിയൊന്നും അല്ലല്ലോ? അല്ലല്ല, ഒറിജിനലായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഈ 20 ദിവസമായിട്ട് ആരും അന്വേഷിച്ച് വന്നിട്ടില്ല? ഇല്ല 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 ഇല്ല. അവർക്ക് അറിയത്തില്ലല്ലോ അന്വേഷിച്ച് വന്ന ആരാന്ന്. അപ്പം എപ്പോഴാണ് തിരക്ക് വന്നേക്കുന്നത്. അപ്പം ഇവൻ അന്നേരം കിട്ടി. ഇപ്പം മൊബൈലാണെന്നും പറഞ്ഞാൽ പോയി എടുത്തത്. ഈ എടുക്കുന്ന സമയത്ത് പിന്നെ അവൻ തുറന്നു നോക്കിയപ്പം പൈസയാ. ഇവൻ അങ്ങ് അമ്പരന്ന്. അപ്പോഴേ വേറെ 2-3 പിള്ളേരെയും കൂടെ വിളിച്ച് ഇവൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. വളരെ നല്ലൊരു കാര്യമാണ്, മാതൃകയാണ്. കാര്യം അതൊരു നിവൃത്തിയില്ലാതെ ചെറുക്കനുമാണ്. ഒരു പാവപ്പിടിച്ച വീട്ടിലെയോ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അത് അന്നേരം കൊണ്ടുപോവുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിന് വേണ്ടി മുമ്പോട്ട് പോകേണ്ടത് കിട്ടുമ്പോൾ തന്നെ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു മാതൃകയാണിത്. ഇത് മറ്റുള്ളവരും ഒരു പ്രചോദനമാവണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വേറെ വലിയൊരു കയ്യിലോ എല്ലാം കിട്ടിയായിരുന്നു ഇത് കൊടുക്കും. മദ്യപാനില്ലാത്തവനായിട്ടും അവൻ കൊണ്ട് കൊടുത്ത ഒരു മാതൃകയാണ്. ഏറ്റവും വലിയൊരു പുണ്യ പയ്യൻ ചെയ്തത്. നമ്മുടെ ഒരു റമദാൻ മാസത്തിന്റെ നോമ്പെടുത്ത് നിൽക്കുകയാണ്. ആ നോമ്പ് സമയത്ത് അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. മോനും ഉണ്ടായിരുന്നു. മോനും ആരാ? ബ്രദറോ? നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് കണ്ടത്? 7:30 ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോഴാണ്. ശരിക്കും നിങ്ങൾ ആദ്യമേ വിചാരിച്ച് ഫോണോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന്? മൊബൈൽ ഡിസ്പ്ലേ ആണെന്ന് വിചാരിച്ച് കുറച്ചു നേരം വെച്ച് പിന്നെ ആരാന്നറിയാൻ തുറന്നു നോക്കി. അപ്പോൾ 50,000 കെട്ട്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കും. ശാസ്താംകോട്ട പോലീസാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കറിയാം, ഈ റമദാൻ മാസത്തിൽ ഈ കുട്ടികൾ കാണിച്ചിരിക്കുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പേടിയാണ്. കാര്യം ഇവരെന്താണ്, അക്രമ സ്വഭാവമുള്ളവരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നവരാണോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. പക്ഷേ ആ സമയത്താണ് ഇത്രയും സത്യസന്ധമായി തന്നെ ഒരു മാതൃകയായിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഏതായാലും എക്സാം സമയമൊക്കെ ആണല്ലോ, എക്സാം സമയമൊക്കെയാണ്. കർത്താവിൽ നിന്ന് ഉത്തങ്ങൾക്ക് കോഴയപ്പുഴാന്റെ കഴിവ് അവർക്ക് കിട്ടിയിരിക്കും. ഈ പ്രായത്തിലൊക്കെ കിട്ടിയ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ കിട്ടിയോണ്ടേ. ഏത് ഭാഗത്തായിട്ടായിരുന്നു കിടന്നത്? നമുക്കൊന്ന് പോവാം അങ്ങോട്ട്. ഈ ഭാഗത്തായിട്ട് ബസ്സിൽ നിന്ന് വലിച്ചെറിയുന്നതാണോ കണ്ടേ? ഇവിടെ ആയിട്ടല്ലേ? ബസ്സിൽ നിന്ന് വലിച്ചെറിയുന്നതാണോ കണ്ടത്? വലിച്ചെറിഞ്ഞല്ല, ഞങ്ങൾ അവിടെ ഇരുന്നപ്പം ഇവിടെ ഒരു ബോക്സ് വീണ്. ഞങ്ങൾ വണ്ടി കയറി ചലങ്ങണമെന്ന് പറഞ്ഞ് എടുത്ത് അവിടെ കൊണ്ട് വെച്ച്. ബസ്സൊക്കെ ഏതാണെന്നൊക്കെ? KSRTC വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇരുന്ന് 10 മിനിറ്റ് ഇരുന്നപ്പോൾ ആരും വന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി, ഞങ്ങൾ പൊട്ടിച്ചു നോക്കി. അപ്പോൾ പൈസ ആയിരുന്നു. അപ്പോൾ ഞാനുണ്ടായിരുന്നു, ഇവരുണ്ടായിരുന്നു, ഇർഷാദിക്ക ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ കൊണ്ട് കൊടുത്തു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ KSRTC ഒക്കെ ഏത് സമയങ്ങളിൽ, ആ സമയം ഏത് റൂട്ടിലേക്ക് പോകണത്, ആ സർവീസൊക്കെ അറിയാമായിരുന്നോ? സർവീസ് അതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഏരിയ ആണോ? ഇവിടെയൊക്കെ CCTV ഉണ്ടോ? CCTV ഉണ്ട്. അവിടെ ഉണ്ടല്ലേ? ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പൈസ നഷ്ടമായതെന്നറിയില്ല. ഈ ഭാഗത്താണ് ഏകദേശം രാവിലെ 6:30 കൂടിയിട്ട് 7:30 മണിയോട് കൂടിയിട്ട് ഈ കുട്ടികൾ പള്ളിയിൽ നിസ്കരിക്കാൻ എത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു ബോക്സ് താഴെ വീണത് കണ്ടതും അതോടൊപ്പം തന്നെ ഈ ബോക്സിൽ നോക്കിയപ്പോൾ 50,000 രൂപയുടെ 2 കെട്ടുകളാണ് കണ്ടത്. ഏതായാലും ഇവിടുത്തെ
CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുകയാണ്. രാവിലെ പോയ KSRTC ബസ്സിൽ നിന്നുമാണ് ഇത്തരത്തിൽ 1 ലക്ഷം രൂപ വലിച്ചെറിഞ്ഞ രീതിയിൽ കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വേണം. കാരണം 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പൈസയ്ക്ക് ആവശ്യമില്ലാത്തതായിട്ട് ആരുമില്ല. ആവശ്യമില്ലാതെ ആരും പൈസ വലിച്ചെറിയുകയില്ല. അപ്പോൾ ഈ പൈസ എങ്ങനെ എത്തി, ഇതിൻ്റെ സോഴ്സ് എങ്ങനെയാണ്, എന്തിനാണ് ഇത്തരത്തിൽ വലിച്ചെറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്, ഇതാണ് ഇപ്പോൾ അന്വേഷിക്കുന്ന ചോദ്യം. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവലിത്സൻ, വിസ്മയ ന്യൂസ്.